ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്. അത് തന്നെയാണ് സിനിമയ്ക്ക് നമുക്ക് കയറാനുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. ട്രെയിലർ വന്നപ്പോൾ തന്നെ നമുക്ക് ക്യാമിയോ ഉണ്ടെന്നുള്ളത് ഉറപ്പായിരുന്നു. ജോൺ വിക്ക് കീനോ റാവിസ് ക്യാമിയോ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ സിനിമ കണ്ടപ്പോൾ നല്ല കിഡു ആക്ഷൻ സിനിമ, അതായത് അത് തന്നെ ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈന് കൃത്യമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ട് ആക്ഷൻ പാക്ഡ് ആണ് സിനിമ. ആ ഒരു ജോണറിൽ വരുന്ന ഒരു സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫി എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഭയങ്കര രീതിയിൽ കൊറിയോഗ്രാഫി ആയിട്ടുള്ള വെൽ പാക്ഡ് ആയിട്ടുള്ള കൊറിയോഗ്രാഫി ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമക്കും ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. നല്ലൊരു 4K ഡോൾബിയിൽ നല്ലൊരു 4K അറ്റ്മോസ്ഫിയർ ഡോൾബി നമ്മൾ സൗണ്ടിൽ കേൾക്കുന്നുണ്ടെങ്കിൽ കിഡു എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നൊരു സിനിമ തന്നെയാണ് ബാലറീന. ആന ഡി ആർമസ് പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് അതായത് ഫൈറ്റ് സീക്വൻസുകളിലൊക്കെ എടുത്തിട്ടുള്ള എഫേർട്ട് കൃത്യമായിട്ട് ആ ഫൈറ്റ് സീക്വൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് മലയാളത്തിൽ നിന്നല്ല, നമുക്ക് ഇന്ത്യയിൽ നിന്നൊക്കെ ഇത്തരത്തിൽ അല്ലെങ്കിൽ ആ ലെവലിൽ വേണ്ട, ഇതുപോലത്തെ ഒരു ഫൈറ്റൊക്കെ ചെയ്യുന്ന ഒരു ആക്ട്രസൊക്കെ വേണട്. അങ്ങനെയൊക്കെ ആരൊക്കെ ഉണ്ട് നമുക്ക് ആ ലെവലിൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലല്ല, പക്ഷേ നല്ല രീതിയിലൊരു ആ രീതിയിലൊരു മെയ്വഴക്കത്തിൽ നല്ല രീതിയിലുള്ള ആക്ഷൻസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ സിനിമ എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ളൊക്കെ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ ഇവിടെയും വേണം. സത്യം പറഞ്ഞാൽ വരുമായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവുമായിരിക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, അതിനോട് 100% നീതി പുലർത്തി എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ അല്ലെങ്കിൽ ഫൈറ്റ് സീക്വൻസിൻ്റെ ബേസിലാണ്. അതല്ലാതെ പക്ഷേ ഞാൻ നേരത്തെ പറയാം, ഇത്രയൊക്കെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിലും പക്ഷേ എന്ന് പറഞ്ഞിട്ടൊരു ബട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലൊരു വേൾഡ് ബിൽഡിംഗ് ഇല്ല. നമുക്ക് ജോൺ വിക്ക് കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു വേൾഡ് ബിൽഡിംഗ് ഈ സിനിമയ്ക്കില്ല. വളരെ ഫ്ലാറ്റായിട്ട്, അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പറഞ്ഞത് പെർഫോമൻസ്, ആക്ഷൻ സീക്വൻസ് മേക്കിംഗ് അല്ലെങ്കിൽ ഹോൾ സിനിമയുടെ മേക്കിംഗ്, ബാക്കി മ്യൂസിക്, അതൊക്കെ കിട്ടു സംഭവമാണ്. ഒരു പടിക്കൊന്ന് താഴേക്ക് വന്നിട്ടുള്ളത് പടത്തിൻ്റെ സ്റ്റോറിയാണ്. സത്യം പറഞ്ഞാൽ വളരെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്റ്റോറി ലൈൻ, ഒന്നുമില്ല, സാധാരണ നമ്മളൊരു കാണുന്ന രീതിയിലുള്ള സ്റ്റോറി ലൈൻ തന്നെ. പക്ഷേ ജോൺ വിക്കിൻ്റെ വേൾഡിൽ നമുക്കറിയാം ആ ഒരു കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഏർജ് ഉണ്ട്, അതെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ള സംഭവം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് പ്രതീക്ഷിച്ച് പോലും ജോൺ വിക്ക് സീരീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച് പോകേണ്ട. പക്ഷേ ആ ഒരു ഫ്രാഞ്ചൈസിയുടെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ വിക്ക് സീരീസുകളിൽ നമ്മൾ ഫൈറ്റ് കാണുന്ന സമയത്ത് ഓരോ ഫൈറ്റിന് പിന്നിലും ഒരു ഇമോഷൻ ഉണ്ട്. അത് നമ്മൾക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഭവം അത് ആ രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആ ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്, അതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ഉണ്ട്. ആ ക്യാരക്ടറിന് ആ ഒരു ഈ രീതിയിലേക്കുള്ള ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇത്തരത്തിലുള്ളൊരു ബാബയാഗ അല്ലെങ്കിൽ ബോഗിമാൻ എന്നുള്ള രീതിയിലൊക്കെ എടുക്കുന്ന രീതിയിലൊരു ക്യാരക്ടർ കൊടുക്കാൻ വേണ്ടി ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ട്. പക്ഷേ അത് എഴുതി വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ഡെപ്ത്ത് എവിടെയൊക്കെയോ മിസ്സായിപ്പോയി. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മളിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഓക്കെ അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഓക്കെ അവൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു റീസൺ ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര സിമ്പിൾ സ്റ്റോറി ലൈനായിട്ട് തീർന്നു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജോൺ വിക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെ നമുക്കറിയാം, ജസ്റ്റ് ഒരു ഒരു 15 മിനിറ്റിനുള്ളിൽ അവർ ആ ഒരു നായ്ക്കുട്ടീനെ കൊല്ലുന്ന സംഭവം കാണിച്ചു. അപ്പം അതിനുശേഷം നമുക്ക് തന്നെ തോന്നുമല്ലോ അവനെ പോയി അടിക്കട കൊല്ലടാന്ന്. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിവിടെ അങ്ങനത്തെ ഒരു എലമെൻറ്റ് ഇതില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫ്രാഞ്ചൈസിയുടെ ഒരു ഫാനാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ സിനിമകൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കിട്ടില്ലം പോലത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന കാരണം അതിന് രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളുണ്ട്. അത് പുള്ളിക്കാരത്ത് കിട്ടില്ലം പോലെ മെയ്വഴക്കത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് സീക്വൻസിലൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്, ഒരുപാട് വെപ്പൺസും സംഭവങ്ങളും, അതൊക്കെ സെയിം ആ ഒരു പാറ്റേണും സംഭവങ്ങളൊക്കെ നമുക്ക് അഡ്രിനാലിൻ റഷ് തരുന്നുണ്ട്. പക്ഷേ സ്റ്റോറി ഹോൾ പറഞ്ഞു വരുന്ന സമയത്ത് സ്ലോ പേസിൽ തുടങ്ങി പിന്നെ ഒരു സ്പീഡ് ആവുന്നുണ്ടെങ്കിലും സിമ്പിളായിപ്പോയി, വളരെ സിമ്പിൾ. അതായത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ക്ലീഷ്യസ് സ്റ്റോറി ആയിപ്പോയി എന്നുള്ളത് മാത്രമേ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് പറയാം. തിയേറ്ററിൽ പോയി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു വലിയൊരു ഇറ്റ്സ് എ ഗുഡ് വൺ, നോട്ട് എ ഗ്രേറ്റ് വൺ, അത്ര തന്നെ.